പോലീസ് സ്റ്റേഷനുകളിൽ ഫോട്ടോ കോപ്പി പേപ്പറിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് നിർദ്ദേശം. സ്റ്റേഷനറി വകുപ്പിൽ നിന്ന് യഥാസമയം ഫോട്ടോ കോപ്പി പേപ്പർ കിട്ടുന്നില്ല. പോലീസ് ആസ്ഥാനത്ത് പോലും ആവശ്യത്തിന് ഫോട്ടോ കോപ്പി പേപ്പർ ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് DGPയുടെ പുതിയ നിർദ്ദേശം. വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ചെലവ് ചുരുക്കലാണോ സർക്കാരിന്റെ ഉദ്ദേശം, പോലീസിന്റെ ഉദ്ദേശം? ചെലവ് നടത്താനുള്ള പണം പോലും നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് കൂടി ഇപ്പോൾ പുറത്തിറക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ഒരു നിർദ്ദേശമായിട്ടാണ്, പ്രത്യേകിച്ച് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് ഇത്തരമൊരു അറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോ കോപ്പി പേപ്പറിന്റെ ഉപയോഗം അത് കുറയ്ക്കണമെന്നാണുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്റ്റേഷനറി വകുപ്പിൽ നിന്ന് യഥാസമയം ഫോട്ടോ കോപ്പി പേപ്പറൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് പറയുന്നത്. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് പോലും ആവശ്യത്തിന് ഫോട്ടോ കോപ്പി പേപ്പർ ലഭ്യമാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. നേരത്തെ ഈ പോലീസിന്റെ ചെലവുകൾക്കുള്ള പണം പോലും കൃത്യമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകാത്തതിൽ പലപ്പോഴും DGP കത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കായി തമിഴ്നാട്ടിൽ പോയ പോലീസിന്റെ വാഹനം അത് പകുതി വഴിയിൽ നിന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അതുമായി അതിന് ആവശ്യത്തിന് ഇന്ധനം അടിക്കാനുള്ള പണം പോലും നൽകിയിട്ടില്ല എന്നുള്ള വാർത്തകളും ഒക്കെ ജനം TV നൽകിയതാണ്. അങ്ങനെ സംസ്ഥാന പോലീസിന്റെ പ്രവർത്തനത്തെ തന്നെ അവതാളപ്പെടുത്തുന്ന രീതിയിൽ സാമ്പത്തിക ഞെരുക്കം പോകുമ്പോൾ അതിൽ ഒരു പുതിയ ഉത്തരവാണ് അല്ലെങ്കിൽ ഒരു പുതിയ നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ കൗതുകകരമായും രസകരമായും ഒക്കെ തോന്നാം. പക്ഷേ അപ്പോഴും സംസ്ഥാന പോലീസിന്റെ ഒരു സാഹചര്യം ഇതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിത്യനിദാന ചെലവുകൾക്ക് പോലും പോലീസിന് ആവശ്യത്തിന് പണമില്ല എന്നുള്ളതും ഈ ഒരു നിർദ്ദേശത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ്. നീലിമ. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.